2025 ഏപ്രിൽ 3-ന് ഇന്ത്യൻ മിലിറ്ററി ഏകദേശം 2978 ഗൂർഖയ്ക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു സെലക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് ഒരു വാഹനം സെലക്ട് ചെയ്യുമ്പം കുറച്ച് ക്രൈറ്റീരിയകൾ അവർ നോക്കും. ആ ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്താൽ മാത്രമാണ് അവർ ഈ പറയുന്ന വണ്ടി സെലക്ട് ചെയ്യത്തുള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് അവർ സെലക്ഷൻ പ്രോസസ്സിൽ വെച്ച സമയത്ത് 2 വാഹനങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താറും ഉണ്ടായിരുന്നു, ജിമിനി ഉണ്ടായിരുന്നു. നമുക്ക് താറിനെക്കുറിച്ച് അറിയാം. ഏറ്റവും കൂടുതൽ പവർഫുൾ വണ്ടി, ഓഫ് റോഡിനൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന വണ്ടി, ഒരു റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു മാസ്കുലിൻ ഫീൽ ചെയ്യുന്നൊരു വണ്ടിയാണല്ലോ താറ്. അപ്പോൾ ഈ താറും ഗൂർഖയും കൂടി അവർ കമ്പയർ ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ താറിനെയൊക്കെ കുറച്ച് അഡ്വാൻറ്റേജ് ഗൂർഖയ്ക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗൂർഖ ഇന്ത്യൻ മിലിറ്ററി സെലക്ട് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് താറിനെ ഒഴിവാക്കിയതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ മിലിറ്ററി നിലവിൽ യൂസ് ചെയ്യുന്ന 2 വാഹനങ്ങളാണ് ഈ മഹീന്ദ്രയുടെ അർമോഡ യൂസ് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് ഗൂർഖയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ താറിനെ ഒഴിവാക്കിയിട്ട് ഗൂർഖ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു 6 സൈനികർക്കും പിന്നെ മൗണ്ടഡ് ആയിട്ട് മെഷീൻസ്, ഗണ്ണുകൾ ഇതൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും. നമുക്കറിയാമല്ലോ ഫോഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ്. അപ്പം അതുപോലെ തന്നെ ലഡാക്ക് പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ സൈനിക ഓപ്പറേഷന് ഏതാണ് ഗൂർഖയാണ് സെറ്റാവുന്നത്. അതുപോലെ മികച്ച സസ്പെൻഷൻ, ഗ്രൗണ്ട് ക്ലിയറൻസ്, വാട്ടർ വേഡിങ്, ഹൈ എയർ ഇൻടേക്ക് സിസ്റ്റം. ഇപ്പോൾ ഭാഗ്യമായിട്ട് വെള്ളത്തിൽ മുങ്ങിയാൽ പോലും വണ്ടിക്ക് വലിയ എൻജിൻ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കുന്നുള്ള സാധനം. കാരണം ഈ ലഡാക്ക്, അരുണാചൽ പ്രദേശം എന്നൊക്കെ പറയുന്നത് എപ്പോഴും മഞ്ഞുരുകി പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. പിന്നെ കൂടുതൽ ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ ഈ വണ്ടിക്ക് തുരുമ്പടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം അതുകൊണ്ട് ഈ ഗൂർഖയിൽ ഗാൽവനൈസ്ഡ് സ്റ്റീൽ ചേസസ് ആണ് ഉള്ളത്. ഇപ്പോൾ സിങ്ക് കോട്ടിങ്, അപ്പം ഇത് വരുമ്പം ഏകദേശം തുരുമ്പ് വരാതിരിക്കാനുള്ള സാധനമുണ്ട്. പിന്നെ അതുപോലെ ആൻറ്റി കൊറോഷൻ പെയിൻറ്റ്, ഉപ്പ് വെള്ളത്തിൽ നിന്നൊക്കെയുള്ള സംരക്ഷണം. അപ്പോൾ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ താറിനെ ഒഴിവാക്കാൻ കാരണം താറിൻ്റെ ചെറിയ ഡൈമെൻഷനാണ്. ഇപ്പോൾ കുറഞ്ഞ ഭാരം വഹിക്കാനുള്ള ശേഷി. ഈ വെടിക്കോപ്പുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറ്റുമ്പം ഓൾറെഡി നല്ല വെയിറ്റാണ്. അതിൻ്റെ കൂടെ സൈനികരോട് കയറി ഇരിക്കാൻ പറ്റുക. വണ്ടി കാണാനൊക്കെ പെർഫോമൻസിനൊക്കെ നല്ലതാണ്. പക്ഷേ ലോഡ് കയറുമ്പം താറ് ഈ പറയുന്ന സാധനം മീറ്റ് ചെയ്യത്തില്ല. അതാണ്. അതുപോലെ തന്നെ ഇവർ ആദ്യം ജിമ്നിയൊക്കെ എടുത്തായിരുന്നു. ജിമ്നി ലൈറ്റ് വെയിറ്റ് വണ്ടിയാണ്. പക്ഷേ ജിമ്നിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെയൊക്കെ പ്രശ്നം വരുന്നത് കൊണ്ടും പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഹൈ ടെറൈനിലൊക്കെ കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്ട് ജിമ്നി തുടക്കത്തിൽ എടുത്തവർ കളഞ്ഞായിരുന്നു. പിന്നെ ഗൂർഖ സെലക്ട് ചെയ്യാനുള്ള മറ്റൊരു കാര്യമാണ് ഗൂർഖ വിച്ച് പൂനെ ബിൽറ്റ് എൻജിൻസ് ആണ് ആൻഡ് ലോക്കലി സോഴ്സ്ഡ് സ്റ്റീലാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ മേക്ക് ഇന്ത്യ എന്നുള്ളൊരു പ്രോസസ്സും കൂടി അവരിവിടെ നോക്കുന്നുണ്ട്, എല്ലാം ഇന്ത്യയിൽ നിന്നുള്ളത്. മറ്റേ താറാകുമ്പോൾ കുറച്ച് സാധനം ഇമ്പോർട്ടഡ് ആണ്. അതൊക്കെയാണ്